എല്ലാതും പ്രാക്ടിക്കലായി ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് നല്ല വർക്ക്ഷോപ്പ് ആയിരുന്നു, നല്ല ക്ലാസ്സുകളായിരുന്നു. താങ്ക് യു സോ മച്ച് റസന മിസ്. മിസ് ഒരു മടുപ്പില്ലാതാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നത്. ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, മിസ്സിന് ഒരു ക്ഷീണം ഒന്നും തോന്നാറില്ല ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ. ഞങ്ങൾക്കും അതേട്ടാ അതുപോലെ തന്നെ നല്ലൊരു ഹാപ്പി മൂഡിലാണ് ഞങ്ങൾ ഇരുന്നിരുന്നത്. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ ഇതൊന്നും അറിയില്ല, ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല, ഒക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസ് എടുത്തതും. താങ്ക് യു. പിന്നെ അപ്പോൾ മിസ്സിനോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങൾ എന്ത് സംശയം ഞാൻ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും. മിസ് സിമിയാണ്. മിസ് പറയൂ. പറയാനുള്ളത് ഒന്ന്, മിസ് ഏത് സമയം അവൈലബിൾ ആണ്, എപ്പോൾ എന്ത് ചോദിച്ചാലും റിപ്ലൈ വരും. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരാള്. പിന്നെ എനിക്ക് കുറേ ഒരു 10-15 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. മോലെ ഫീസിൻ്റെ കാര്യം ഇത്രയും അഫോർഡബിൾ ഫീസിൽ എനിക്ക് വന്ന് ഒരു പക്ഷേ മിസ്സായിരിക്കണം അതിൻ്റെ ഇങ്ങനെ ചെയ്യുന്നു. ഇത്രയും നന്നായിട്ടൊക്കെ ക്ലാസ് കൊടുക്കാന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞതുപോലെ ചെറിയ ഫീസൊക്കെ ആയിരിക്കും, പക്ഷേ കയറി കഴിഞ്ഞപ്പോഴാണ് പല സംഭവങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പോലും അറിഞ്ഞത് ഇങ്ങനെ വന്നപ്പോഴാണ്. അപ്പോൾ ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. സത്യമായിട്ടും ഉള്ളിൽ നിന്ന് വന്നതാണ്, ചുമ്മാതെ ഇതായിട്ട് പറഞ്ഞതല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കുന്ന കാര്യമാണ് അത്. ഈ ഒരു ഫീസിലൊക്കെ ആണെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഇത്രയും ആത്മാർത്ഥതയോടെ പറയാന്നുള്ളത്, ഒരാൾ പഠിക്കണം, അത്രയും ഇൻവോൾവ്ഡ് ആയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ചിലവ് എനിക്ക് തീരെ ഒന്നും അറിയില്ല, ചിലയില്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് ചോദിക്കാന്ന് ഏത് സമയത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ, ഇത്രത്തോളം അല്ല പറയണത്, വളരെ വലുതായിട്ട് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനേ അറിയൂ. എന്നാലും എപ്പോഴും നന്ദിയും കടപ്പാടും ഉണ്ട്. നല്ലത് മാത്രമേ പറയാനുള്ളൂ. കാരണം കുറേ ദിവസങ്ങളായിട്ട് നമ്മളെ ക്ലാസ് തുടങ്ങിയത് പോലെ തന്നെ അതേ ഒരു വൈബിൽ തന്നെയാണ് ക്ലാസ്സിന്റെ അവസാനത്തിലും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ കുറെ തിരഞ്ഞു നടന്നിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ഓപ്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ ട്രഷേഴ്സ് കാട്ടി തന്നു. ആൾക്കാരും ഈ സീക്രട്ട് ഒന്നും ചില സീക്രട്ട് ഒന്നും പറഞ്ഞു തരില്ല. അതുപോലെ അടുത്ത അഡ്വാൻസിന് ചേർന്നോളൂ അവിടെ പറയാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉണ്ടാവുമല്ലോ, ആ കഥ തുടരുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കോഴ്സിലേക്ക് കൂട്ടാനുള്ള പരിപാടി ഒപ്പിക്കും. ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഒക്കെ ഓപ്പൺ ആയിട്ട് സിൻസിയർ ആയിട്ട് വളരെ എന്താ പറയാ ഓണസ്റ്റ് ആയിട്ടാണ് ക്ലാസ്സൊക്കെ നീങ്ങിയത്. പിന്നെ കണ്ടന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു ടൺസ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് കണ്ടന്റ്സ്. ശരിക്കും നമുക്ക് ഇത് ഈ ഒരു കണ്ടന്റ്സ് വെച്ചിട്ട് ഈ ഒരു എമൗണ്ട് ഒന്നല്ല നമുക്ക് വായിക്കാൻ പറ്റുന്നത്. കാരണം ഇതിന്റെ ഡബിളൊക്കെ എന്തായാലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതേ ഉള്ളൂ.